ഹായ്, ഇന്ന് നമ്മൾ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താണെന്നും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ വർക്ക് ടേണും അതിൻ്റെ ഹെഡ്സും എഫിഷ്യൻസീസും ലോസസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള അതിൻ്റെ ഇക്വേഷൻസും ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഇക്വേഷൻസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ആദ്യം പ്രോബ്ലം വായിക്കാം. എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് to discharge 0.118 meter cube per second at a speed of 1450 rpm against a head of 25 meter. The impeller diameter is 250 mm, its width at outlet is 50 mm and manometric efficiency is 75%. Determine the vane angle at outer periphery of the impeller. ഓക്കെ, ഇതിലിപ്പോൾ ഇവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെൻട്രിഫ്യൂഗൽ പമ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. 0.118 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ക്യൂ തന്നിട്ടുണ്ട് 0.118 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അറ്റ് എ സ്പീഡ് ഓഫ് 1450 rpm. പമ്പ് റൺ ചെയ്യണ സ്പീഡാണ് എന്ത്? 1150 rpm എന്ന് തന്നിട്ടുണ്ട്. എഗെയിൻസ്റ്റ് എ ഹെഡ് ഓഫ് 25 മീറ്റർ. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. മാനോമെട്രിക് ഹെഡാണ് തന്നിരിക്കുന്നത്. ഈ 25 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? മാനോമെട്രിക് ഹെഡാണ്. ദാറ്റ് ഈസ് എം ആണ് തന്നിട്ടുള്ളത്. നമ്മൾ മാനോമെട്രിക് ഹെഡിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ദ ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് ദ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക്സ് എന്നാണ് പറയുന്നത്. ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എഗെയിൻസ്റ്റ് ഹെഡ് ഓഫ് 25 മീറ്റർ. സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യണ ഹെഡ് അഗെയിൻസ്റ്റ് 25 മീറ്റർ ആണെന്ന്. ദെൻ പറഞ്ഞിട്ടുള്ളത് ഇംപെല്ലർ ഡയമീറ്റർ എന്നാണ്. ഇംപെല്ലർ ഡയമീറ്റർ 250 mm തന്നിട്ടുണ്ട്. എന്താണ് ഈ ഇംപെല്ലർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ? ഇംപെല്ലർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അവർ തരുന്നത് ഇതാണ്, മനസ്സിലാക്കുക. ഔട്ടർ ഡയമീറ്റർ ഓഫ് ഇംപെല്ലറിനെയാണ് ജസ്റ്റ് സിമ്പിളി അവർ ഇംപെല്ലർ ഡയമീറ്റർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ അവർ തന്നിരിക്കുന്നത് എന്താണ്? D2 ആണ്. D2 എത്രയാണ്? D2 ആണല്ലോ ഔട്ട്ലെറ്റിലുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ D2 ഔട്ടർ ഡയമീറ്റർ ആണ്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? ഇവിടെ 250 mm ആണ്. 250 mm എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഇറ്റ്സ് വിഡ്ത്ത് അറ്റ് ഔട്ട്ലെറ്റ് അത് ഡയറക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇംപെല്ലറിൻ്റെ വിഡ്ത്ത്, ഔട്ട്ലെറ്റിലുള്ള വിഡ്ത്ത്, ദാറ്റ് ഈസ് ദേ ഹാവ് ഗിവൺ B2 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് മാനോമെട്രിക് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. എത്രയാണ്? 75% എന്ന് തന്നിട്ടുണ്ട്. ദെൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമൈൻ ദ വെയിൻ ആംഗിൾ at the outer periphery of the impeller ആണ്. ഔട്ടർ പെരിഫറി ഓഫ് ദ ഇംപെല്ലർ എന്ന് പറഞ്ഞാൽ ഇംപെല്ലറിൻ്റെ ഔട്ട്ലെറ്റിലുള്ള വെയിൻ ആംഗിൾ, ദാറ്റ് ഈസ് വി നീഡ് ടു ഡിറ്റർമൈൻ ഫൈ ആണ് നമുക്ക് എന്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കെങ്ങനെ കാണാമെന്നാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ തന്നിട്ടുണ്ട്. എന്താണ്? ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 0.118 മീറ്റർ ക്യൂബ് സെക്കൻഡ്. സ്പീഡ് തന്നിട്ടുണ്ട് 1450 rpm. ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് പമ്പ് വർക്ക്സ്, അതായത് HM തന്നിട്ടുണ്ട് 25 മീറ്റർ. D2 0.25 മീറ്റർ. B2 0.05 മീറ്റർ. അതായത് 50 mm മീറ്ററിൽ കൺവേർട്ട് ചെയ്ത് മാനോമെട്രിക് എഫിഷ്യൻസി 75%. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് 0.75 എന്ന് എഴുതാം. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വെയിൻ ആംഗിൾ അറ്റ് ദ ഔട്ടർ പെരിഫറി ഓഫ് ദി ഇംപെല്ലർ, ദാറ്റ് ഈസ് ഫൈ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ആദ്യം എന്താണ്? നമ്മൾക്ക് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കണം. നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ അറിയാം അല്ലേ. ഇപ്പോൾ ദിസ് ഈസ് അവർ ഇംപെല്ലറാണിത്. അത് ഇംപെല്ലറാണ്. ആക്ച്വലി ഇവിടെ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ എന്താണ്? ഇവിടെ വീലുണ്ടാവും. ഇങ്ങനെ വീല് ഔട്ടറിൽ ഇങ്ങനെ പോയിട്ടുണ്ടാവണം അല്ലേ. ഇങ്ങനെയാണ് പോകുന്നത്. അതിനകത്താണ് ഈ വെയിനുള്ളത്. അതിലാണ് ഇവിടെ ഇംപെല്ലർ കണ്ടീഷൻ അറിയാം. ആൽഫ എങ്ങനെയാണ്? 90 ഡിഗ്രി റേഡിയലി ഇൻലെറ്റ് ആണ്. അപ്പോൾ ആൽഫ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടാൻജൻറ്റ് പോകണം. അവിടെ ഇതേപോലെ ഇവിടെ ടാൻജൻറ്റ് പോകണം. ഇപ്പോൾ V1 = VF1 ആണ്. ഇവിടെ മേക്ക് ചെയ്യാൻ ആംഗിൾ ആൽഫയാണ്. ഇത് U1 ആണ്. ഇത് VR1 ആണ്. ഇത് തീറ്റയാണ്. എന്ത്? ഇവിടെ വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ് ആണ്. ദെൻ ഇതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്തു, ഇങ്ങനെ ലീവ് ചെയ്തു. ഇവിടെ VR2 ആണ് ലീവ് ചെയ്യണം. അപ്പോൾ VR2 മേക്ക് ചെയ്യാൻ ആംഗിൾ ഫൈ ആണ്. ദാറ്റ് ഈസ് വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ്. ദെൻ V2 ഈ ഡയറക്ഷനിൽ പോകും. അവിടെ V2 മേക്ക് ചെയ്യാൻ ആംഗിൾ ബീറ്റയാണ്. V2ൻ്റെ 2 കമ്പോണൻസ് ഉണ്ട്, VW2ഉം U2ഉം. ക്ലിയർ? V2ൻ്റെ 2 കമ്പോണൻസ് ആണ്, VW2ഉം VF2ഉം. U2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വെയിൻ്റെ ഔട്ട്ലെറ്റ് ടിപ്പിൻ്റെ വെയിനിൻ്റെ വെലോസിറ്റിയാണ് U2. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് നമുക്ക് വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് ആണ്. ഔട്ട്ലെറ്റിലുള്ള വെയിൻ ആംഗിൾ, അതായത് ഈ ഫൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫൈ കാണാൻ വേണ്ടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ, ഈ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ തന്നെ ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഡെറൈവ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അപ്പോൾ ഫ്രം ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ
ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ സൊല്യൂഷൻ കാണിച്ചിരിക്കുന്നത് അതാണ്. നമ്മൾ എന്ത് ചെയ്തു? ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഫ്രം ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നമുക്ക് എഴുതാം tan phi എന്ന് പറഞ്ഞാൽ VF2/U2 - VW2 എന്ന് എഴുതാം. അതെങ്ങനെ എഴുതിയെന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് വേണം, ഈ വെലോസിറ്റി ട്രയാങ്കിളിൽ ഈ ഗ്യാപ്പ് വേണം. ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ U2 ഉണ്ട്, ഈ VW2 ഉണ്ട്. അപ്പോൾ ഇവിടെ U2 മൈനസ് ഇതാണ്, U2 മൈനസ് VW2 ആണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടെ ഉള്ള ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടാൻ എടുക്കുമ്പോൾ tan phi എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് അല്ലേ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? VF2 ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ് എന്ത്? U2 മൈനസ് VF2 എന്ന് പറയുന്നത്. സോ tan phi = VF2/U2 - VF2 എന്ന് എഴുതി. tan phi എന്ന് പറയുമ്പോൾ VF2/U2 - VW2 എന്ന് എഴുതി. ക്ലിയർ? ഈ ഗ്യാപ്പ് U2 - VW2 ആണല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് VF2 ആണ്, അഡ്ജസൻറ്റ് സൈഡ് U2 - VW2 ആണ്. അപ്പോൾ എഴുതി. ഇനിയിപ്പോൾ ഇതിലെ ഓരോ ടേംസും നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഫൈ ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. VF2 അറിയോ, U2 അറിയോ, VW2 അറിയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ നോട്ടിൽ നോക്കുമ്പോൾ ഒരു വാല്യൂം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതിലിപ്പോൾ ഈ ഫൈ കാണാനായിട്ട് ഒരു വാല്യൂം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടില്ല. VF2ൻ്റെ വാല്യൂ തന്നിട്ടില്ല, U2ൻ്റെ വാല്യൂ തന്നിട്ടില്ല, VW2ൻ്റെ വാല്യൂ തന്നിട്ടില്ല. ബട്ട് നമുക്കിതിൽ U2 ഡിറ്റർമൈൻ ചെയ്യാം അല്ലേ. U2 എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം? U2 ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഇക്വേഷനാണ് πd2 n/60 എന്ന് പറഞ്ഞുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് U2 ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ U2 ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ D2 വേണം. എന്തുകൊണ്ടാണ് U2 ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കാരണം D2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, Nനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഇക്വേഷനിൽ U2 ഡിറ്റർമൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ U2 കാണാനായിട്ട് നമുക്ക് U2ൻ്റെ ഇക്വേഷൻ അറിയാം, πd2 n/60 ആണ്. അപ്പോൾ π ഇൻറ്റു D2ൻ്റെ വാല്യൂ 0.25 ഇൻറ്റു എൻ്റെ വാല്യൂ 1450 / 60 ചെയ്യുമ്പോൾ U2ൻ്റെ വാല്യൂ കിട്ടി 18.98 m/s കിട്ടി. ഓക്കെ, ഇനി അതേപോലെ ആ ഇക്വേഷനിൽ VF2 കാണണം. അപ്പോൾ VF2 കാണാനായിട്ട് നമ്മളോട് ഒന്നുമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ്? ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. അത്രേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഡിസ്ചാർജ് വെച്ചിട്ട് നമുക്ക് VF2നെ റിലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാം. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു ഫ്ലോ വെലോസിറ്റി എന്ന് പറഞ്ഞ റിലേഷൻ അറിയാം. അപ്പോൾ വി നോ ദാറ്റ് Q എന്ന് പറഞ്ഞാൽ πd2 B2 ഇൻറ്റു VF2 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് VF2 ഡിറ്റർമൈൻ ചെയ്യാം. കാരണം ഇതിൽ Q ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, D2 B2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം VF2 = Q / πd2 B2 എന്ന് എഴുതാം. അതിൽ Qൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പൈയുടെ വാല്യൂ, D2ൻ്റെ വാല്യൂ, B2ൻ്റെ വാല്യൂ കൊടുത്തു. അപ്പോൾ VF2 എത്ര കിട്ടി? 3 m/s നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്തത് കാണേണ്ടത് VW2 ആണ്. അപ്പോൾ VW2 കാണാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ഡാറ്റയാണ് നോക്കേണ്ടത്. ഗിവൺ ഡാറ്റ നോക്കുമ്പോൾ നമ്മൾക്ക് മാനോമെട്രിക് എഫിഷ്യൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുപോലെ മാനോമെട്രിക് ഹെഡ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് VW2 കാണാനായിട്ട് റിലേഷൻ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്നത് മാനോമെട്രിക് എഫിഷ്യൻസിയുടെ ഇക്വേഷനാണ്. മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു റിലേഷൻ ചെയ്തിട്ടുണ്ട്, G × HM/VW2 U2 എന്ന് പറഞ്ഞൊരു റിലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മാനോമെട്രിക് എഫിഷ്യൻസി അറിയാം, G ഡിഫോൾട്ടായിട്ട് നമുക്ക് വാല്യൂ അറിയാം, HM എന്ന് പറഞ്ഞാൽ മാനോമെട്രിക് ഹെഡാണ് അതറിയാം, VW2 ആണ് നമുക്ക് കാണേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് U2വും അറിയാം, U2 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അറിയുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ദിസ് ഇംപ്ലൈസ് കൊണ്ട് മാനോമെട്രിക് എഫിഷ്യൻസിയുടെ 0.75 കൊടുത്തു, Gക്ക് 9.81, HMന് 25, ഇവിടെ VW2 അങ്ങനെ നിർത്തി, U2 18.98 കിട്ടിയ വാല്യൂ കൊടുത്തു. അപ്പോൾ ഇത് സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ VW2 മാത്രം നിർത്തിയിട്ട് അതർ വാല്യൂസ് എല്ലാം ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോയി സോൾവ് ചെയ്തു. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി 17.23 m/s കിട്ടി. ഇപ്പോൾ VW2 കിട്ടി. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഫൈ ആണ്. അപ്പോൾ tan phi ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് VF2/U2 - VW2 എന്നാണ് എല്ലാ വാല്യൂസും കിട്ടി. അപ്പോൾ നമ്മൾ ആ tan phi ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3/18.98 - 17.23 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ tan phi വാല്യൂ 1.7143 എന്ന് കിട്ടി. സോ ഫൈ കാണണമെങ്കിൽ എന്താണ്? ഇതിൻ്റെ ടാൻ ഇൻവേഴ്സ് എടുക്കും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1.7143 എന്ന് ചെയ്തപ്പോൾ നമുക്ക് 59.74 ഡിഗ്രി എന്ന് കിട്ടി. സോ ദിസ് ഈസ് അവർ ആൻസർ ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട്. ഇപ്പോൾ റിസൾട്ട് എന്താ? ഫൈനലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് ആണ്. വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് എത്ര കിട്ടി? 59.74 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പമ്പിൻ്റെ സെക്കൻഡ് പ്രോബ്ലം ആണ്, വായിക്കാം. എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഡെലിവേഴ്സ് വാട്ടർ അഗെയിൻസ്റ്റ് എ നെറ്റ് ഹെഡ് ഓഫ് 14.5 meters ആൻഡ് എ ഡിസൈൻ സ്പീഡ് ഓഫ് 1000 rpm. The vanes are curved back to an angle of 30 degree with the periphery. The impeller diameter is 300 mm and outlet width 50 mm.
Determine the discharge of the pump if manometric efficiency is 95%. Okay, centrifugal pump deliver ചെയ്യുന്നു water against a net head of 14.5 meter, that is hm തന്നിട്ടുണ്ട് 44, and a design speed of 1000 rpm, that is they have given n. Then vanes are curved back to an angle of 30 degree with the periphery. With periphery ആയിട്ട് veins curved back to an angle 30 degree എന്ന് പറഞ്ഞാൽ വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് ആണ് മീൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കർവ്ഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച വെയിൻ ഇങ്ങനെയായിരുന്നു അല്ലേ, എന്നിട്ട് ഫ്ലോ ഡയറക്ഷൻ കാണിച്ചത് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഈ ഫ്ലോ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ കർവ് എന്താണ് ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ളത്, ഐ മീൻ നമ്മളെ വെയിൻ ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് എന്തിന് കർവ്ഡ് ബാക്ക് എന്ന് പറയണത്, കർവ്ഡ് ബാക്ക് ടു ദ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഇതിൻ്റെ ആംഗിളാണ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെയിൻ ആംഗിളായിട്ട് ഔട്ട്ലെറ്റ് ആണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് 5 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ തന്നിട്ടുള്ളത് ഇമ്പല്ലർ ഡയമീറ്റർ ആണ്. ഇമ്പല്ലർ ഡയമീറ്റർ ഈസ് 300 mm. ഇമ്പല്ലർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഗിവൺ D2 ആണ് തന്നിട്ടുള്ളത്. എത്ര 300 mm തന്നിട്ടുണ്ട്. അതുപോലെ ഔട്ട്ലെറ്റ് വിഡ്ത്ത് തന്നിട്ടുണ്ട് 50 mm, ദാറ്റ് ഈസ് B2 തന്നിട്ടുണ്ട് 50 mm തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് കാണാൻ പറ്റുള്ളത്, ഡിറ്റർമൈൻ ദ ഡിസ്ചാർജ് ഓഫ് പമ്പ് ഇഫ് മാനോമെട്രിക് എഫിഷ്യൻസി ഈസ് 95%. ഡിസ്ചാർജ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് Q ആണ് ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. Q ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ Q ഡിറ്റർമൈൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. മാനോമെട്രിക് എഫിഷ്യൻസി എത്രയാണ്, 95% ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കാണാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ തന്ന ഡാറ്റ HM മാനോമെട്രിക് ഹെഡ് 14.5 തന്നിട്ടുണ്ട്, സ്പീഡ് 1000 തന്നിട്ടുണ്ട്, 30 ഡിഗ്രി തന്നിട്ട്, D2 0.3 മീറ്റർ, B2 0.05 മീറ്റർ, മാനോമെട്രിക് എഫിഷ്യൻസി 95% തന്നിട്ടുണ്ട്. നമ്മൾ ബേസ്ഡ് ഓൺ ദിസ് വി ഹാവ് ഡ്രോൺ വെലോസിറ്റി ട്രയാങ്കിൾ. വെലോസിറ്റി ട്രയാങ്കിൾ എല്ലാത്തിലും കോൺസ്റ്റൻ്റ് ആണ് അറിയാം അല്ലേ, ആൽഫ തീറ്റ V1 VF1 U1 VR1 അത് ഫ്ലോ ചെയ്തു വന്നു, VR2 മേക്ക് ആൻ ആംഗിൾ 5, എല്ലാ വെലോസിറ്റി ട്രയാങ്കിൾ വരച്ചു. ഇത് ഇവിടെ U2, ഇവിടെ VW2 അല്ലേ, എല്ലാം ചെയ്തു. നോക്കി കാണേണ്ടത് ഡിസ്ചാർജ് ഓഫ് ദ പമ്പ് Q ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ Q കാണണമെങ്കിൽ നമുക്ക് റിലേഷൻ അറിയാം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. Q കാണാനായിട്ട് എന്താ ചെയ്യുക, നമ്മൾക്കറിയാം Q കാണണമെങ്കിൽ വി നോ ദാറ്റ് എന്താണ് Q എന്ന് പറഞ്ഞാൽ എന്താണ്, പൈ D2 B2 ഇൻറ്റു VF2 ആണ് ഇക്വേഷൻ എന്നറിയാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ഡാറ്റ നോക്കുമ്പോൾ ഗിവൺ ഡാറ്റയിൽ നമുക്ക് D2 തന്നിട്ടുണ്ട്, B2 തന്നിട്ടുണ്ട്, ബട്ട് VF2നെ കുറിച്ചൊന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് VF2 കാണണം. അപ്പോൾ നമുക്ക് VF2 കാണാനായിട്ട് ടു ഡിറ്റർമൈൻ VF2 നമ്മൾ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഫ്രം ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ, ദിസ് ഈസ് അവർ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയാണ് VF2 ഉള്ളത്. അപ്പോൾ VF2 ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് അഡ്ജസൻറ്റ് സൈഡ്, ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡും വെച്ച് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് tan phi എടുക്കാം. അപ്പോൾ tan phi ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡായ VF2 അഡ്ജസൻറ്റ് സൈഡായ U2 മൈനസ് VW2 എന്ന് എഴുതാം. അപ്പോൾ tan phi ഈക്വൽ ടു VF2 ബൈ U2 മൈനസ് VW2 എന്ന് എഴുതാം. അപ്പോൾ ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് VF2 കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ റിലേഷൻ എഴുതിയപ്പോൾ തന്നെ VF2 ബൈ U2 മൈനസ് VW2 ആണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ VF2 കാണണമെങ്കിൽ ഈ tan phiയിൽ phi നമുക്കറിയാം അല്ലേ, അപ്പോൾ U2ഉം VW2ഉം നമുക്ക് അറിയണം. അപ്പോൾ U2 കാണണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്ന് U2 കാണണം. U2 കാണാൻ നമുക്ക് റിലേഷൻ അറിയാം, പൈ D2 n/60 ആണ്. അപ്പോൾ പൈ ഇൻറ്റു 0.3 ഇൻറ്റു 1000/60. ഇതിലിപ്പോൾ D2 അറിയാം, N അറിയാം. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് U2 കണ്ടു. U2ൻ്റെ വാല്യൂ കിട്ടി 15.7 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഓക്കെ, അപ്പോൾ 15 നമുക്കപ്പോൾ VF2 ആണ് കാണേണ്ടത് അല്ലേ. ഇപ്പോൾ VF2 കൂടി കിട്ടണം. VF2 കിട്ടണമെങ്കിൽ നമുക്കിവിടെ VW2 കൂടി കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ U2 15.7 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് VW2 കാണണം. ഇപ്പോൾ VW2 കാണാനായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ മാനോമെട്രിക് എഫിഷ്യൻസി റിലേറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. മാനോമെട്രിക് എഫിഷ്യൻസി 95% ആണെന്ന് തന്നിട്ടുണ്ട്. സോ മാനോമെട്രിക് എഫിഷ്യൻസിയുടെ റിലേഷൻ എടുക്കുകയാണ്. മാനോമെട്രിക് എഫിഷ്യൻസി ഈക്വൽ ടു G ഇൻറ്റു HM ബൈ VW2 U2 എന്ന് പറഞ്ഞ റിലേഷൻ ഇതാണ്. അപ്പോൾ ഇതിൽ മാനോമെട്രിക് എഫിഷ്യൻസി ദേ ഹാവ് ഗിവൺ HM വി നോ ദാറ്റ്, U2 ജസ്റ്റ് വി ഫൗണ്ട് ദാറ്റ് അല്ലേ. അപ്പോൾ ഇതിൽ ഓൺലി അൺനോൺ ആയിട്ടുള്ള വാല്യൂ VW2 ആണ്. അപ്പോൾ VW2 മാത്രം നമ്മൾ ഒരു സൈഡ് നിർത്തിയിട്ട് ബാക്കിയുള്ള ടൈംസിന് അതർ സൈഡ് കൊണ്ടുപോകുമ്പോൾ വി ക്യാൻ റൈറ്റ് VW2 ഈക്വൽ ടു G ഇൻറ്റു HM ബൈ മാനോമെട്രിക് എഫിഷ്യൻസി ടു U2. ഇപ്പോൾ ഈ വാല്യൂസ് എല്ലാം അറിയുന്ന വാല്യൂസ് ആണ്. അറിയുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ VW2ൻ്റെ വാല്യൂ കിട്ടി 9.54 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിലേഷനിലെല്ലാം കിട്ടി. ഇപ്പോൾ 5 ഓൾറെഡി അറിയാം, U2 നമ്മൾ ഡിറ്റർമിൻ ചെയ്തു, VW2 കിട്ടി. അപ്പോൾ ഓൺലി അൺനോൺ തിങ് ഈസ് VF2. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഓൾ വാല്യൂസ് ഇൻ ദിസ് ഇക്വേഷൻ. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് VF2. സോ അതാണ്. സോ ദെയർഫോർ VF2 ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് tan 5 ഇൻറ്റു U2 മൈനസ് VW2 എന്ന് എഴുതാം. അപ്പോൾ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് VF2 ഈക്വൽ ടു tan 30 ഇൻറ്റു 15.7 മൈനസ് 9.54. സോ അത് ചെയ്തപ്പോൾ VF2 ഈക്വൽ ടു 3.556 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡിസ്ചാർജ് ആണ് കാണേണ്ടത്. അപ്പോൾ ഡിസ്ചാർജിൽ ഈ VF2 കാണാനായിട്ടായിരുന്നു നമ്മൾ ഇത്രയും സ്റ്റെപ്സ് കണ്ടത്. അപ്പോൾ Q ഈക്വൽ ടു പൈ D2 B2 ഇൻറ്റു VF2 എന്നാണ്. അപ്പോൾ ഇതിലെല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോൾവ് ചെയ്തപ്പോൾ ഡിസ്ചാർജിൻ്റെ വാല്യൂ കിട്ടി 0.167 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടി. സോ ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിലെ അടുത്തൊരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം വായിക്കാം. A centrifugal pump is running at 1000 rpm. The outlet vane angle of impeller is 45 degree and the velocity of flow at outlet is 2.5 meter per second. The discharge through the pump is 200 liter per second when the pump is working against a total head of 20 meter. If the manometric efficiency of pump is 80%, determine the diameter of the impeller, the width of impeller at outlet. Okay, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സെൻട്രിഫ്യൂഗൽ പമ്പാണ്, അത് റൺ ചെയ്യുന്ന സ്പീഡ് 1000 rpm ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്ലെറ്റ് വെയിൻ ആംഗിൾ ഓഫ് ഇമ്പല്ലർ ഈസ് 45 ഡിഗ്രി, അതായത് 5 തന്നിട്ടുണ്ട്, 45 ഡിഗ്രിയാണ്. വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ്, അതായത് VF2 തന്നിട്ടുണ്ട്, 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിസ്ചാർജ് ത്രൂ ദ പമ്പ് ഈസ് 200 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്, അതായത് ഡിസ്ചാർജ് ആയ Q തന്നിട്ടുണ്ട്, ലിറ്റർ പെർ സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, വെൻ ദ പമ്പ് ഈസ് വർക്കിംഗ് അഗെയിൻസ്റ്റ് ടോട്ടൽ ഹെഡ് ഓഫ് 20 മീറ്റർ, വർക്കിംഗ് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ എന്താണ്, മാനോമെട്രിക് ഹെഡായ HM ആണ് തന്നിട്ടുള്ളത് 20 മീറ്ററിന്. ഇഫ് ദ മാനോമെട്രിക് എഫിഷ്യൻസി ഓഫ് ദ പമ്പ് ഈസ് 80%, മാനോമെട്രിക് എഫിഷ്യൻസി 80% ആണെങ്കിൽ ഡിറ്റർമൈൻ, കണ്ടുപിടിക്കണം എന്താണ് ഡയമീറ്റർ ഓഫ് ഇമ്പല്ലർ. വെറുതെ ഇവരിവിടെ ഡയമീറ്റർ ഓഫ് ഇമ്പല്ലർ എന്ന് പറഞ്ഞിട്ടുള്ളൂ, എന്ന് വെച്ചാൽ ഔട്ടർ ഡയമീറ്റർ ഓഫ് ഇമ്പല്ലർ ആയ D2 ആണ് എന്ത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ആൻഡ് ദ വിഡ്ത്ത് ഓഫ് ഇമ്പല്ലർ അറ്റ് ഔട്ട്ലെറ്റിലെ വിഡ്ത്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്, B2 കാണണം. D2 B2 ആണ് കാണേണ്ടത്. സോ പറഞ്ഞ പോലെ തന്നെ ഗിവൻ ഡാറ്റ സ്പീഡ് 1000 rpm തന്നിട്ടുണ്ട്, ഔട്ട്ലെറ്റ് വെയിൻ ആംഗിൾ 45 ഡിഗ്രി തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ് 2.5 മീറ്റർ പെർ സെക്കൻഡ്, ഡിസ്ചാർജ് 200 ലിറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന് നമുക്ക് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്തു, ഡിവൈഡ് ബൈ 1000 ചെയ്തു. ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ 0.2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എഴുതാം. HM മാനോമെട്രിക് ഹെഡ് 20 മീറ്റർ, മാനോമെട്രിക് എഫിഷ്യൻസി 80%, അതിന് 0.8 എഴുതി. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, ഡയമീറ്റർ ഓഫ് ഇമ്പല്ലർ ആണ് D2, വിഡ്ത്ത് ഓഫ് ഇമ്പല്ലർ അറ്റ് ഔട്ട്ലെറ്റ് B2. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുന്നു. വെലോസിറ്റി ട്രയാങ്കിൾ നമുക്ക് ആസ് പെർ റിക്വയർഡ്, വെലോസിറ്റി ട്രയാങ്കിൾ കോൺസ്റ്റൻ്റ് ആണല്ലോ, കോമൺ ആണ്, അത് നമ്മൾ വരച്ചിട്ടു. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പോകാം. ആദ്യം കാണേണ്ടുന്ന ഇമ്പല്ലർ ഡയമീറ്ററായി D2 ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മളത് കാണാനായിട്ട് സൊല്യൂഷൻ എഴുതി. ഇപ്പോൾ വി നോ ദാറ്റ് ടു ഫൈൻഡ് D2 കാണാനായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ U2 റിലേറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. U2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈ D2n/60 എന്നാണെന്ന് അറിയാം അല്ലേ. U2 എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻജൻഷ്യൽ വെലോസിറ്റി ആയിട്ട് ഔട്ട്ലെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ D2 ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഇതിലിപ്പോൾ n അവൈലബിൾ ആണ്, n ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബട്ട് U2 തന്നിട്ടുണ്ടോ, U2 തന്നിട്ടില്ല. അപ്പോൾ വി ഹാവ് ടു ഡിറ്റർമൈൻ U2 ഡിറ്റർമൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ U2 ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾക്കിവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വെലോസിറ്റി ട്രയാങ്കിൾ നോക്കുകയാണ്. അപ്പോൾ ഫ്രം ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നോക്കുമ്പോൾ ഇവിടെ U2 എന്ന് പറഞ്ഞ ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ നോക്കാം. ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ നോക്കുമ്പോൾ നമുക്ക് 5 തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ 5 തന്നിട്ടുണ്ട്. അപ്പോൾ 5 റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, tan 5 എടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. അപ്പോൾ tan 5 എന്ന് പറയുമ്പോൾ VF2/U2 മൈനസ് VW2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയപ്പോൾ ഇതിൽ നമുക്ക് U2 ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ VF2 അറിയാം, 5 അറിയാം ഈ റിലേഷനിൽ, ബട്ട് VW2 അറിയില്ല അല്ലേ. അപ്പോൾ VW2 ഡിറ്റർമൈൻ ചെയ്യണം, VW2 ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ U2 മൈനസ് VW2 എന്ന് പറഞ്ഞ ടേമിന് ഒരു സൈഡ് നിർത്തിയിട്ട് അതർ ടേംസിന് ഓപ്പോസിറ്റ് കൊണ്ടുപോയി. ഇപ്പോൾ സോ U2 മൈനസ് VW2 ഈക്വൽ ടു VF2/tan 5 എന്ന് എഴുതാം. ക്ലിയർ. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് VF2ൻ്റെ വാല്യൂ അറിയാം, tan 5ൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ U2 മൈനസ് VW2 ഈക്വൽ ടു VF2 2.5 ആണ്, tan 5 എന്ന് പറഞ്ഞാൽ tan 45 ആണ് അല്ലേ. ഇപ്പോൾ tan 45 എന്ന് പറഞ്ഞാൽ വാല്യൂ 1 ആണ്. സോ വി ക്യാൻ റൈറ്റ് U2 മൈനസ് VW2 ഈക്വൽ ടു 2.5 എന്ന് എഴുതാം. സോ ദെയർഫോർ നമുക്ക് VW2 ഈക്വൽ ടു എന്താണ്, U2 മൈനസ് 2.5 എന്ന് എഴുതാം. അത് VW2നെ U2ൻ്റെ ടേമിലാക്കിയിട്ട് എഴുതി അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. കാരണം ഇവിടെ നമുക്കിവിടെ U2 ഡിറ്റർമൈൻ ചെയ്യാനാണെങ്കിൽ ചെയ്തതെങ്കിലും നമുക്ക് U2ന് ആയിട്ടുള്ളൊരു അൺനോൺ ആയിട്ട് വേറെ VW2 കൂടി കയറി വന്നു. അപ്പോൾ VW2നെ നമ്മൾ ഇങ്ങനെ എഴുതി U2 മൈനസ് 2.5 എന്നുള്ള ഫോമിലേക്ക് എഴുതി അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതിലിപ്പോൾ VW2 ഡിറ്റർമൈൻ ചെയ്യണ്ടേ അല്ലേ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവിടുത്തെ VW2 അറിയണം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ VW2നും കൂടി നമുക്ക് U2ൻ്റെ ടേമിലേക്ക് എഴുതണം.
എഴുതി ഇല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കൂടി കണ്ടുപിടിച്ചിട്ട് ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്ത് നമുക്ക് U2 ഡിറ്റർമിൻ ചെയ്യാന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ഡാറ്റാസ് എല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് മാനോമെട്രിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ G/HM/VW2 എന്നാണ്. അപ്പോൾ മാനോമെട്രിക് എഫിഷ്യൻസി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, മാനോമെട്രിക് ഹെഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാനോമെട്രിക് എഫിഷ്യൻസി 0.8 ഈക്വൽ ടു G9.81 into HM20 divided by VW2. അപ്പോൾ ഇവിടെ നോക്കുക VW2U2 എന്ന് ഒരുമിച്ച് ടേം വന്നു. അപ്പോൾ നമുക്കിത് ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ VW2U2 ഈക്വൽ ടു ഒരു ആൻസർ കിട്ടും. അത് VW2U2 ഈക്വൽ ടു 245.25 എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസർ കിട്ടി. ഓക്കെ, VW2U2 എന്ന് പറഞ്ഞാൽ ഒരുമിച്ചൊരു ടേം ആയിട്ട് വന്നു. അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഇക്വേഷൻ 1 എന്താണ്, VW2ൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. VW2 ഈക്വൽ ടു എന്താണ്, U2 മൈനസ് 2.5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഇക്വേഷൻ 2 നമ്മൾക്ക് എന്താ കിട്ടി, VW2U2 ഈക്വൽ ടു 245.25 എന്നാണ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ 2ൽ എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ 2ൽ നമുക്ക് VW2 എന്ന് പറഞ്ഞാൽ U2 മൈനസ് 2.5 ആണ്. അപ്പോൾ ഇക്വേഷൻ 2ൽ VW2ന് പകരം എന്ത് കൊടുത്താൽ മതി, U2 മൈനസ് 2.5 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തായി, ഇവിടെ എല്ലാം എന്താണ്, VW2 എന്നുള്ള ടേം പോയി ഓൺലി U2 എന്ന് പറഞ്ഞ ടേമായി മാറും. അങ്ങനെ നമുക്ക് U2 ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 in 2, ഇക്വേഷൻ 1 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ VW2U2 ഈക്വൽ ടു 245.25 ഇതാണ് VW2. ആ VW2ന് പകരം എന്താണ്, നമ്മൾ ഓൾറെഡി ഇക്വേഷൻ 1 VW2 ഈക്വൽ ടു U2 മൈനസ് 2.5 എന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ U2 മൈനസ് 2.5 ഇൻറ്റു U2 ഈക്വൽ ടു 245.25 എന്ന് കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ U2 ഇൻറ്റു U2 സ്ക്വയർ ആണ്, മൈനസ് 2.5 ഇൻറ്റു U2 മൈനസ് 2.5 U2, ഈ 245നെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൊണ്ടുപോകുമ്പോൾ മൈനസ് 245.25 ഈക്വൽ ടു 0 എന്നായി. ഇനി ഇവിടെ നമുക്ക് U2നെ സോൾവ് ചെയ്യണം, U2ൻ്റെ വാല്യൂ കാണണം. U2ൻ്റെ വാല്യൂ കാണാനായിട്ട് ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് -b പ്ലസ് മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a എന്നുള്ള റിലേഷൻ വെച്ച് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് U2 ഈക്വൽ ടു -b ആണ് അല്ലേ, ഇവിടെ ഓൾറെഡി ഉണ്ട്. അതായത് 2.5 പ്ലസ് മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ ആണ്. b സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2.5 മൈനസ് 2.5 സ്ക്വയർ പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ മൈനസ് ആണ്, -4 ഇൻറ്റു AC ആണ്. A എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്, C എന്ന് പറയുമ്പോൾ മൈനസ് 245.25, ഇപ്പോൾ മൈനസ് ഇവിടെ പ്ലസ് ആവും. ഇപ്പോൾ 245.25 ഹോൾ ഡിവൈഡ് ബൈ 2a, 2 ഇൻറ്റു a എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് സോൾവ് ചെയ്തു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടി, U2 ഈക്വൽ ടു ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. അപ്പോൾ ഫൈനലി വി വിൽ ഗെറ്റ് ആൻസർ U2 ഈക്വൽ ടു 2 ആൻസർ കിട്ടും. ഒന്ന് 16.96 മൈനസ് 14.46 കിട്ടും. നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുക്കുന്നു, U2 എന്താണ് 16.96 എടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എന്താണ് U2 നമുക്ക് വാല്യൂ കിട്ടി എത്രയാണ്, 16.96 എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞെങ്കിൽ D2 ആണ് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ U2 കാണാൻ വേണ്ടിയിട്ട് ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്തത്, അത് ഓർക്കുക. ഇപ്പോൾ D2 ഡിറ്റർമൈൻ ചെയ്യാനായിട്ടുള്ള കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഇതായിരുന്നു, U2 ഈക്വൽ ടു പൈ D2n/60 എന്നായിരുന്നു. ഇതിൽ D2 ഈക്വൽ ടു D2 ആണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ കാണണമെങ്കിൽ U2 × 60/πn എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ അൺനോൺ ആയിട്ടുണ്ടായിരുന്നു U2 ആയിരുന്നു. U2 ഇപ്പോൾ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിറ്റർമൈൻ ചെയ്ത വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തപ്പോൾ ആൻസർ കിട്ടി 0.324 മീറ്റർ എന്ന് കിട്ടി D2. ഇനി അതേപോലെ ചെയ്യേണ്ടത് നമുക്ക് B2 ആണ് കാണേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് അറ്റ് ഔട്ട്ലെറ്റ് ആണ് കാണേണ്ടത്, ദാറ്റ് ഈസ് B2 ആണ്. B2 കാണണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം, ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ അറിയാം. ഇപ്പോൾ ഡിസ്ചാർജ് Q എന്ന് പറഞ്ഞാൽ പൈ D2 B2 × VF2 എന്നാണ് റിലേഷൻ. അപ്പോൾ ഇത് നോക്കുമ്പോൾ VF2 നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, D2 നമുക്കിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൺലി അൺനോൺ ആയിട്ടുള്ള B2 ആണ്, കാരണം ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ B2 ഈക്വൽ ടു Q/π D2 VF2 എന്ന് എഴുതാം. സോ B2 ഈക്വൽ ടു എല്ലാ വാല്യൂസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആൻസർ കിട്ടി 0.0786 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ D2 B2 ആണ് കണ്ട്, D2 B2 നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു. ഫൈനലി റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ D2 0.324 മീറ്റർ, B2 0.0786 മീറ്റർ എന്ന് പറഞ്ഞാൽ എഴുതാം. ഓക്കെ, താങ്ക് യു.